വടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രിയങ്കരനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനകീയ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ജനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് നേരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ പാറക്കലും ബഹുമാന്യായ MLA-യും പ്രിയപ്പെട്ട വേണുവേട്ടനും ജനകീയ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ഒരു കാര്യം, ജനങ്ങൾ ജനകീയ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പിൽ അംഗങ്ങളും ജനകീയ മുന്നണിക്കൊപ്പം നിന്നത് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. എന്താണെങ്കിലും ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തെല്ലു അഹങ്കാരമില്ലാതെ കൂടുതൽ വിനയത്തോടെ കൂടുതൽ ജനകീയമായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനം പ്രിയപ്പെട്ട ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജനകീയ മുന്നണി ഇവിടെ സാധ്യമാക്കും. കഴിഞ്ഞ തവണ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ നിരവധിയായ നവീനമായ ഒരുപാട് പദ്ധതികൾ ഈ പ്രദേശത്ത് നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് കഴിഞ്ഞ 1.5 കൊല്ലക്കാലത്തിനിടക്ക് പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കേണ്ടായി. ആർട്ട് ഗാലറി തൊട്ട് തീരദേശ മേഖലയിലെ ഇടപെടലുകൾ വരെ ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിലുള്ള അപ്പം അതിനൊക്കെ തുടർച്ചയുണ്ടാകും. ഈ തീരുമാനം ശരിയായിരുന്നു എന്നത് 100% ജനങ്ങൾ അംഗീകരിക്കും. ഇതോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടി ഉള്ളത്, നമ്മുടെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് കൂടി UDF-ന് ലഭിച്ചിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത്, പേരാമ്പ്ര പഞ്ചായത്ത് 10-25 വർഷത്തിന് ശേഷം, കൂത്താളി പഞ്ചായത്ത് 10-25 വർഷത്തിന് ശേഷം, അതുപോലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് 10-25 വർഷത്തിന് ശേഷം, അതുപോലെ തന്നെ ചങ്ങരോത്ത് തിരിച്ചു പിടിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ ആയിട്ടില്ല അവിടുത്തെ പറഞ്ഞിട്ടില്ല അവിടെ ചെറുവണ്ണൂർ നിലനിർത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചരിത്ര നേട്ടം അവിടെ സാധ്യമായി. വടകര ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ പറ്റിയത്, കുറ്റ്യാടിയിലേക്ക് കടന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മണിയൂർ എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമെന്ന് പലരും വിധി എഴുതിയെടുത്ത് ജനങ്ങൾ ഈ പറയുന്നത് പോലെ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിച്ചിട്ടാണ് അവിടെ ജനകീയ മുന്നണിയുടെ വിജയം മണിയൂരിൽ സാധ്യമായത്. പുറമേരി പഞ്ചായത്തൊക്കെ ഭരണം കിട്ടുക എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സംവിധാനമായിരുന്നു. 35 വർഷം 3.5 പതിറ്റാണ്ടിന് ശേഷം ഉണ്ടാകുന്ന ചരിത്ര നേട്ടങ്ങളിലേക്ക് UDF-നെ ജനകീയ മുന്നണിയൊക്കെ കൈപ്പിടിച്ച് നടത്തിയ വടകരയിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. അവരർപ്പിച്ച വിശ്വാസം കാക്കുന്ന പ്രവർത്തനങ്ങൾ. ഒരു വോട്ടിന് വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം ഷാഫി പറമ്പിൽ നടത്തിയ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്. എന്ത് ഷാഫി, ഏത് ഷാഫി എന്ന് EP ജയരാജൻ ചോദിച്ചിടത്തു നിന്നാണ് ഷാഫി എണ്ണി വടകര പാർലമെന്റ് മണ്ഡലത്തില് ഷാഫി ആരാണ് എന്ന് കാണിച്ചു തന്നതിന് ശേഷമാണ് ഷാഫി മറുപടി പറയുന്നത്. നിങ്ങളിപ്പോ കേട്ടില്ലേ, 25, 20, 30, 35 വർഷമായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സഖാക്കൾ പാർട്ടി ആഫീസാക്കി മാറ്റിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അതൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് ആ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മുന്നില് നോ എൻട്രി, സഖാക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ഒരു ബോർഡ് വെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാഫിയുടെ സ്വാധീനമാണ്. വടകരയില് ഷാഫി അത്രമാത്രം വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലേ? അതല്ലെങ്കിലും ഇപ്പൊ നമ്മള് അതിനിങ്ങനെ ഷാഫിയുടെ സ്വാധീനം എന്താണ് എന്ന് സഖാക്കൾക്ക് നമ്മൾ അടിക്കടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഷാഫി ആരാണ്, ഷാഫി എന്താണ്, ഷാഫിയുടെ സ്വാധീനം എന്താണ്, രാഷ്ട്രീയ ചാണക്യൻ എന്ന് തന്നെ അയാളെ വിശേഷിപ്പിക്കാൻ കഴിയും ഈ കാലഘട്ടത്തിൽ, അല്ലേ? നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. ഈ യുവതലമുറയിൽ പെടുന്ന അല്ലെങ്കിൽ യുവജന നേതാക്കളിൽ പെടുന്ന ആളുകളിൽ ആർക്കെങ്കിലും നമ്മുടെ സമൂഹത്തില് ഇത്രയധികം സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നെവർ എവർ എന്നായിരിക്കും അതിനുള്ള മറുപടി, അല്ലേ? അങ്ങനെ തന്നെയാണ് അതിനുള്ള മറുപടി. ഈ പിന്നെ ഷാഫി ആരാണ്, ഷാഫി എന്താണ് എന്നൊക്കെ സഖാക്കള് പിച്ചുമ്പേയും പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് വടകരയിൽ ഷാഫി കാലുകുത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അംഗത്തിൽ ഷാഫി മുന്നണി നിന്നു, ഷാഫി നയിച്ചു, ഷാഫി വിജയിച്ചു. ആ അടി കിട്ടിയതിന്റെ ആ അടിയുടെ ഊക്കാണ് ഇപ്പോ സഖാക്കള് ഇടക്കിടക്ക് പിച്ചുമ്പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? എന്ത് ഷാഫി, ഏത് ഷാഫി എന്നൊക്കെ സഖാക്കള് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ആ വടകരയുടെ അടിയുടെ ബലത്തില് അല്ലെങ്കിൽ കനത്തില് ഉറക്കം നഷ്ടപ്പെട്ടിട്ട്, അങ്ങനെയാണല്ലോ, ഉറക്കം നഷ്ടപ്പെട്ട് നിരന്തരമായി ഉറക്കമില്ലാതെ വരുമ്പോഴാണ് ഈ പിച്ചും പേയും പറയല്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ് ഇത് എന്നുള്ളതാണ്.
അതുകൊണ്ട് ഷാഫി ആരാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഫി അത് കഴിഞ്ഞിട്ട് നടത്തിയ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് എണ്ണി പറയേണ്ട കാര്യമില്ല. ഇന്നലെ ഈ പഞ്ചായത്ത് അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുനിസിപ്പാലിറ്റികളില് കോർപ്പറേഷനുകളില് ഒക്കെ എന്ന് പറഞ്ഞാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എല്ലാ ഭരണ സ്ഥാപനങ്ങളിലേക്കും ഭരണസമിതി അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്നപ്പോ വടകര ബ്ലോക്കില് ഒരു പ്രത്യേക തരത്തിലുള്ള ഒപ്പത്തിനൊപ്പമായിരുന്നു. അവിടെയാണ് LDFന്റെ അംഗം ഈ പറയുന്ന UDFന്റെ പ്രതിനിധിക്ക് വോട്ട് ചെയ്തിട്ട് ജനകീയ മുന്നണി എന്ന് പറയുന്ന RMPI ഉൾപ്പെടെയുള്ള TP ചന്ദ്രശേഖരന്റെ പാർട്ടിയായ RMPI ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ജനകീയ മുന്നണി അധികാരത്തിൽ വരുന്നത്. അവിടെയാണ് ഷാഫി ഓടിയെത്തത്. ഒരു വോട്ടിന് ഭരണം തിരിച്ചു പിടിച്ചിട്ട് ഒരു വോട്ട് ചെയ്തത് ആരാ? ആ ഒരു വോട്ട്, ആ നിർണായകമായ വോട്ട് ചെയ്തത് LDFന്റെ അംഗം വോട്ട് ചെയ്തിട്ട് ജനകീയ മുന്നണി അധികാരത്തിലേക്ക് വരുമ്പോ അവിടെ ഷാഫി ഓടിയെത്തുക. എന്നിട്ട് ഷാഫി വടകര പാർലമെന്റ് മണ്ഡലത്തില് ഇത്രയും കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 20, 25, 30, 35 വർഷമായിട്ട് അടക്കി ഭരിച്ചു പോന്നിരുന്ന സഖാക്കളുടെ കോട്ടയാണ്, പാർട്ടി ഗ്രാമങ്ങളാണ് എന്നൊക്കെ പറയുന്ന ഇടങ്ങളിൽ, അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് പലതിനെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഷാഫിയുടെ മുന്നേറ്റം വടകരയുടെ മണ്ണിൽ കാണുന്നത്, അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവിടെയാണ് എന്ത് ഷാഫി, ഏത് ഷാഫി എന്ന് ജയരാജൻ ചോദിക്കുന്നിടത്ത് ജയരാജനുള്ള മറുപടി അത് നാവ് കൊണ്ടല്ല, വാക്കുകൾ കൊണ്ടല്ല, സംസാരം കൊണ്ടല്ല. ജയരാജനുള്ള മറുപടി പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. എന്ത് ഷാഫി, ഏത് ഷാഫി എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി പ്രവർത്തനം കൊണ്ടാണ് എന്ന് കാണിച്ചു തന്നിട്ട് സഖാക്കളുടെ കോട്ടകൾ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അതൊരു വല്ലാത്ത അനുഭൂതിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് ഷാഫി, ഏത് ഷാഫി എന്ന് സഖാ അവിടെ വാക്കുകൾ കൊണ്ട് മറുപടി നൽകാതെ പ്രവർത്തനങ്ങൾ കൊണ്ട്, തന്റെ സ്വാധീനം കൊണ്ട്, തന്റെ ഒരു കാന്തിക വലയം കൊണ്ട് ഷാഫി എവിടെ പോയി കഴിഞ്ഞാലും, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവജന നേതാവിന്റെ ഒരു ചുറ്റിലും ഒരു കാന്തിക വലയം, ആ കാന്തിക വലയം തന്നെയാണ്. അതല്ലെങ്കിൽ പാലക്കാട്ട് നിന്ന് വണ്ടി കയറി വടകരയിൽ വന്ന് ഇറങ്ങുമ്പോ ആ വടകരയുടെ മണ്ണില് 1,14,506 വോട്ടിന് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവജന നേതാവ്, അതും KK ശൈലജ എന്ന് പറയുന്ന CPM-ന് കേരളത്തില് അവൈലബിൾ ആയിട്ടുള്ള, സഖാക്കൾക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള അത്രയും 100% വിന്നിങ് പോസിബിലിറ്റി ഉള്ള നേതാവ് മറ്റാരുമില്ല. അങ്ങനെ വളരെ ചുരുക്കം ആളുകൾ എവിടെ നിർത്തിയാലും വിജയിക്കുമെന്ന് ഇവർ ആഗോള വിഖ്യാതമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മുഹമ്മദ് റിയാസ്, മരുമകൻ വന്നിട്ട് വടകരയിൽ പ്രസംഗിച്ചത് ആഗോളം അറിയുന്ന, ഇന്റർനാഷണലി അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അന്ന് റിയാസ് പറഞ്ഞ മറ്റൊരു വാക്കുകൂടിയുണ്ട്, കേരളത്തില് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിർത്തിയേക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയാണല്ലോ. അപ്പോ ആ രാഹുൽ ഗാന്ധി വടകരയിൽ വന്ന് മത്സരിച്ചാലും KK ശൈലജ വിജയിക്കുമെന്നാണ് അന്ന് റിയാസിന്റെ വെല്ലുവിളി. ശൈലജയെ തോൽപ്പിക്കാൻ രാഹുൽ വേണ്ട, ശൈലജയെ തോൽപ്പിക്കാൻ രാഹുലിന്റെ അനുയായി ഷാഫി മതി എന്ന് ഷാഫി പറമ്പില് റിയാസിന്റെ മുഖത്ത് ഒരടി കൊടുത്തുകൊണ്ട് പറഞ്ഞു വെച്ചതാ, അല്ലേ? രാഹുലിനെ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ഈ പറയുന്ന ഒന്നാംകിട ആ ക്രിമിനലുകൾ വന്നിട്ട് രാഹുലിനെയൊക്കെ അങ്ങനെ അങ്ങ് വെല്ലുവിളിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് രാഹുലിന്റെ അനുയായികളാണ്. അതാണ് ഷാഫി ചെയ്തത്. ഷാഫി കൊടുത്തു അടി KK ശൈലജയുടെ മുഖത്ത്. ആ അടി കിട്ടിയതിൽ പിന്നെ വടകരയിൽ 8 നിലയിൽ പൊട്ടിയതിൽ പിന്നെ KK ശൈലജ ഉറങ്ങിയിട്ടില്ല. ആ KK ശൈലജയുടെ തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിച്ച ജയരാജനെ പോലെയുള്ള ആളുകളും ഉറങ്ങിയിട്ടില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ അല്ലെങ്കിൽ വോട്ടിങ്ങിന്റെ മുമ്പ്, പോളിംഗിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു മാധ്യമത്തില് ഒരു അഭിമുഖം നൽകിയിട്ട് അന്ന് ജയരാജൻ ചോദിച്ചത് എന്ത് ഷാഫി, ഏത് ഷാഫി എന്ന്. എന്ത് ഷാഫി, ഏത് ഷാഫി എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഈ ഷാഫി പറമ്പിൽ കൊടുത്തത്.
കൊടുത്തതെന്ന് പറഞ്ഞാല് നിങ്ങൾ കരുതും പോലെയല്ല. നിങ്ങൾ ഈ മലബാർ മേഖലകളിൽ അല്ലെങ്കിൽ കണ്ണൂരുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ, മലബാർ എന്ന് പറയുമ്പോൾ കുറെ അങ്ങോട്ടൊന്നും പോകണ്ട, കണ്ണൂരുമായി പങ്കിടുന്ന അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശങ്ങൾ, അവിടെയുള്ള CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കേരളത്തിൽ മറ്റെവിടെയും കാണാൻ കഴിയില്ല. അത് പാർട്ടി ഗ്രാമങ്ങൾ തന്നെയാണ്. അവിടെ നിങ്ങൾ ആന്തൂരിൽ കണ്ടിട്ടുണ്ടാവും. ആന്തൂരിൽ പത്രിക സമർപ്പിക്കുന്ന അവസരത്തിൽ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥികളുടെ പത്രിക പോലും തള്ളുകയുണ്ടായി. അതിനുള്ള കാരണം എന്താ? ആ UDF-ന്റെ സ്ഥാനാർത്ഥികൾ കൊടുത്ത പത്രികയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? പ്രശ്നം ഉണ്ടാക്കിയതാണ് ആര്? സഖാക്കള്. അപ്പോ കേരളത്തിന്റെ ബാക്കിയുള്ള ഇടങ്ങളിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം. അത് അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞവർക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങളൊക്കെ കണ്ണൂർ പോയിട്ടുണ്ട്, നിങ്ങൾ കണ്ണൂർ പോയിട്ടുണ്ടാവും. പക്ഷെ കണ്ണൂരിലെ രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങൾ അറിയണമെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നിങ്ങൾ നേരിട്ട് അനുഭവിക്കുക തന്നെ വേണം. കണ്ണൂരിൽ പോയി വന്നതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങൾ നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയില്ല. അങ്ങനത്തെ പാർട്ടി ഗ്രാമങ്ങളാണ് 20, 25, 30, 35 വർഷമായിട്ട് സഖാക്കള് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പാർട്ടി ആഫീസുകളാക്കി മാറ്റിയതായിരുന്നു. ആ കേന്ദ്രങ്ങളാണ് ഷാഫി പറമ്പിൽ തകർത്തെറിഞ്ഞത്. അപ്പോ വടകരയുടെ മണ്ണിൽ ഷാഫി ആരാണെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവജന നേതാവ് തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഷാഫിയെ കുറിച്ച് ഇവർക്ക് വലിയ ബോധമില്ലാത്തത് കൊണ്ടോ ബോധ്യങ്ങളില്ലാത്തത് കൊണ്ടോ അല്ല ഏത് ഷാഫി എന്ത് ഷാഫി എന്നൊക്കെ ചോദിക്കുന്നത്. ആ ചോദ്യം വരുന്നത് തന്നെ ഷാഫിയോടുള്ള ഭയമാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ എത്രമാത്രം ഭയപ്പെടുന്നു, മറിച്ച് ഷാഫി ആരാണെന്നുള്ള നല്ല ബോധ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും ഷാഫിക്ക് മൈലേജ് സഖാക്കളായ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട എന്നുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ഷാഫി ഏത് ഷാഫി എന്നൊക്കെ അവർ പറയുന്നത്. പക്ഷെ അത് വീണ്ടും ആ ഷാഫിക്ക് ഇനിയും പബ്ലിസിറ്റി ഉണ്ടാക്കണ്ട, ഷാഫിക്ക് ഇനിയും ഒരു സ്വീകാര്യത നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അവർ ചിന്തിച്ച് അവർ പറയുന്ന പല കാര്യങ്ങളും ഷാഫിയുടെ മൈലേജും ഷാഫിയുടെ അക്സെപ്റ്റൻസും സ്വീകാര്യതയും ഒക്കെ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ഘടകമായി മാറുകയാണ് വടകരയുടെ മണ്ണിൽ എന്നുള്ളതാണ്. അപ്പോ ഷാഫി ആരാണെന്ന്, എന്ത് ഷാഫി ഏത് ഷാഫി എന്ന് ചോദിച്ചപ്പോ, ജയരാജൻ ചോദിച്ചപ്പോ ഷാഫി ഒരു മറുപടിയും പറഞ്ഞില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോ, അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ ഷാഫി ഏതാണ് എന്ത് ഷാഫിയാണ് എന്നുള്ളതിന് മറുപടി വടകരയിൽ കണ്ടു. ഇപ്പൊ ഷാഫി പറമ്പിൽ എണ്ണി പറയുന്ന പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നിങ്ങൾ കണ്ടു. ആ എണ്ണി പറയുന്ന സ്ഥാപനങ്ങളൊക്കെ 20, 25, 30, 35 അസാധ്യമാണെന്ന് സഖാക്കൾ പറയുന്നു. പാർട്ടി ഗ്രാമങ്ങളാണെന്ന് സഖാക്കൾ പറയുന്നു. ഞങ്ങളുടെ കോട്ടകളാണെന്ന് സഖാക്കൾ പറയുന്നു. അങ്ങനത്തെ കോട്ടകളാണ് വടകരയുടെ മണ്ണിൽ ഷാഫി പറമ്പിൽ തല്ലി തകർത്തത് എന്നുള്ളതാണ്.